അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI നിർമ്മിക്കുന്ന ചിത്രങ്ങളോട് വല്ലാത്ത ഹരമാണ്. സ്വന്തം പ്രതിച്ഛായ കൂട്ടാൻ അത് കുട്ടികളുടെ ആവേശത്തോടെ ഉപയോഗിക്കും. മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് തകർത്തു, താൻ മിശിഹയാണ് എന്നൊക്കെ AI ചിത്രങ്ങളിലൂടെ കാട്ടും. അമേരിക്കൻ ഔദ്യോഗിക സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളും അത് പങ്കുവെക്കും എന്നതാണ് രസകരം. ജോർജ് വാഷിംഗ്ടണിനെ രക്ഷിക്കുന്നതായോ, വാഷിംഗ്ടണിനും എബ്രഹാം ലിങ്കണിനുമൊപ്പം ഇരിക്കുന്നതായോ, 18-ാം നൂറ്റാണ്ടിലെ സൈനിക കമാൻഡറായി സൈന്യത്തെ നയിക്കുന്നതായോ, അല്ലെങ്കിൽ വെള്ള ജംസ്യൂട്ട് ധരിച്ച എൽവിസ് പ്രസ്ലിയെ പോലെയോ ഉള്ള തൻ്റെ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന AI നിർമ്മിത കലാസൃഷ്ടികൾ ട്രംപ് പങ്കുവച്ചിട്ടുണ്ട്. ഗ്രീൻലാൻഡിന് മുകളിലൂടെ എത്തിനോക്കുന്ന ഭീമാകാരനായ ട്രംപ്, വെനസ്വേലയെ 51ാമത്തെ സംസ്ഥാനമെന്ന് വിശേഷിപ്പിക്കൽ, ഇറാനിയൻ എണ്ണക്കപ്പൽ പിടിച്ചെടുക്കുന്നതോ കയറ്റുമതി ടെർമിനലുകൾ ആക്രമിക്കുന്നതോ ആയ നാടകീയമായ സൈനിക ആസൂത്രണങ്ങൾ എന്നിവയും ട്രംപിൻ്റെ അക്കൗണ്ടിൽ വന്നവയാണ്. എന്തിനേറെ പറയുന്നു, സ്വയം യേശുദേവനായി അവതരിപ്പിച്ച് രോഗശൈലിയിലുള്ള ആളെ സുഖപ്പെടുത്തുന്ന തരത്തിലുള്ള ചിത്രം പോലും ട്രംപ് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും അതേ AI ഉപയോഗിച്ച് ട്രംപിനെ പരിഹസിക്കുകയാണ് ഇറാൻ. തുർക്കിയിൽ നിന്ന് മടങ്ങുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് എയർഫോഴ്സ് 1 വിമാനം ഉപേക്ഷിച്ച് സൈനിക വിമാനത്തിൽ രഹസ്യയാത്ര നടത്തിയതിലാണ് ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങളുടെ പരിഹാസം. ഇറാനിയൻ മാധ്യമങ്ങൾക്കൊപ്പം ദക്ഷിണാഫ്രിക്കയിലെ ഇറാൻ എംബസിയും ഡൊണാൾഡ് ട്രംപിനെ പരിഹസിക്കുന്നതിൽ മുൻപന്തിയിലുണ്ട്. ഇറാന്റെ സൈനിക ശക്തിയെ ഭയന്നാണ് ട്രംപ് രഹസ്യമായി വിമാനം മാറിക്കയറി യാത്ര ചെയ്തത് എന്നായിരുന്നു ഇറാനിലെ സർക്കാർ ടെലിവിഷനിലെ അവതാരകന്റെ പരിഹാസം. ഇത് ട്രംപിന് വലിയ നാണക്കേടായി മാറിയെന്നും ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ ട്രംപിനെ പരിഹസിച്ചുള്ള മീമുകളടക്കം ദക്ഷിണാഫ്രിക്കയിലെ ഇറാൻ എംബസി പങ്കുവയ്ക്കുന്നു. കാറ്ററിംഗ് ബോക്സിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ട്രംപ് എന്ന AI നിർമ്മിത ചിത്രമാണ് എംബസി പങ്കുവച്ചത്. അധികം വൈകാതെ ചവറ്റുകൊട്ടയിൽ ഒളിക്കേണ്ടി വരുമെന്ന പരിഹാസക്കുറിപ്പും ഇതിനൊപ്പമുണ്ട്. തുർക്കിയിൽ നാറ്റോ ഉച്ചകോടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഇറാന്റെ വധഭീഷണിയുണ്ട് എന്ന വിവരത്തെ തുടർന്നാണ് ട്രംപ് വിമാനം മാറിക്കയറി ബ്രിട്ടനിലേക്ക് സഞ്ചരിച്ചത്. തുർക്കിയിലെ അങ്കാറ വിമാനത്താവളത്തിൽ നിന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് എയർഫോഴ്സ് 1 വിമാനത്തിൽ കയറിയ ട്രംപിനെ വിമാനത്തിൽ നിന്ന് രഹസ്യമായി പുറത്തിറക്കി കാറ്ററിംഗ് ട്രക്കിലേക്ക് കയറ്റി. പിന്നീടാണ് മറ്റൊരു സൈനിക വിമാനത്തിലേക്ക് മാറ്റിയത് എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. തുടർന്ന് ഈ വിമാനത്തിലാണ് ട്രംപ് ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്തത് എന്നും റിപ്പോർട്ട് വന്നതാണ്. ഇറാനിൽ നിന്ന് വധഭീഷണിയുണ്ട് എന്നും ട്രംപിന്റെ വിമാനത്തിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായേക്കുമെന്നും അമേരിക്കൻ സീക്രട്ട് സർവീസ് വിവരം നൽകിയിരുന്നതായാണ് പറയുന്നത്. ഇറാന്റെ ഭീഷണിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത് ഇസ്രയേലായിരുന്നു. എന്നാൽ ഇസ്രയേൽ നൽകിയ മുന്നറിയിപ്പിലെ ഭീഷണിക്ക് സാധ്യത ഇല്ല എന്നായിരുന്നു അമേരിക്കൻ ചാരസംഘടനകളുടെ വിലയിരുത്തൽ. എന്നിരുന്നാലും മുൻകരുതൽ എന്ന നിലയിലാണ് ട്രംപിനെ എയർഫോഴ്സ് 1 വിമാനത്തിൽ നിന്ന് ചെറിയ സൈനിക വിമാനത്തിലേക്ക് മാറ്റിയത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. മുതിർന്ന ഭരണകൂട ഉദ്യോഗസ്ഥരെയും വൈറ്റ് ഹൗസ് ജീവനക്കാരെയും വഹിച്ചുകൊണ്ട് എയർഫോഴ്സ് 1 മറ്റൊരു വിമാനമായാണ് പുറപ്പെട്ടത് എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ട്രംപിന്റെ എയർഫോഴ്സ് 1 വിമാനത്തിന് നേർക്ക് ഇറാൻ മിസൈൽ പ്രയോഗിച്ചേക്കാം എന്നായിരുന്നു ഇസ്രയേലി ഇന്റലിജൻസ് മുന്നറിയിപ്പ്. ഇസ്രയേലി സർക്കാർ ഇക്കാര്യം അമേരിക്കൻ ചാരസംഘടനയായ CIA അറിയിച്ചു. എയർഫോഴ്സ് 1 വിമാനത്തിന് നേരെ തോളിൽ വെച്ച് പ്രയോഗിക്കാവുന്ന മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് സാധ്യത ഉണ്ട് എന്നായിരുന്നു മുന്നറിയിപ്പ്. തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിൽ ട്രംപ് താമസിച്ചിരുന്ന സ്ഥലം, ഹോട്ടലിലെ കൃത്യമായ ഫ്ലോർ ഉൾപ്പെടെ ഇറാനിയൻ രഹസ്യ ഏജൻസികൾക്ക് അറിയാമായിരുന്നുവെന്നത് ഉദ്യോഗസ്ഥരിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയതായി US അധികൃതരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇസ്രയേലി മുന്നറിയിപ്പിൽ കാര്യമില്ല എന്ന നിഗമനത്തിൽ CIA എത്തി. തുർക്കിയിലെ ചാരസംഘടനകളും ഭീഷണിയെക്കുറിച്ച് അന്വേഷിച്ചു. ട്രംപിനെ വധിക്കാനുള്ള പദ്ധതികൾ ഇല്ലെന്ന നിഗമനത്തിൽ എത്തിക്കുകയായിരുന്നു അവരും. എന്നാൽ മുൻപ് വധശ്രമങ്ങൾ നേരിട്ടിട്ടുള്ള ട്രംപിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്നതായിരുന്നു അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അവസാന തീരുമാനം. പ്രസിഡന്റിന്റെ സുരക്ഷാ ചുമതലയുള്ള സീക്രട്ട് സർവീസ് ഏജൻസിയാണ് വിമാനം മാറാനുള്ള പദ്ധതി തയ്യാറാക്കിയതും നടപ്പാക്കിയതും. ട്രംപ് കാറ്ററിംഗ് ട്രക്കിൽ രഹസ്യമായി പുറത്തു കടന്ന് സൈനിക വിമാനത്തിൽ കയറിയെങ്കിലും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് എന്നിവർ എയർഫോഴ്സ് 1 തുടർന്നു. ട്രംപ് വിമാനം മാറിയതിനെക്കുറിച്ച് റൂബിയോയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം ട്രംപിന്റെ രഹസ്യയാത്രയെക്കുറിച്ച് വൈറ്റ് ഹൗസ് പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. ഇറാൻ ഭരണകൂടമോ ബന്ധപ്പെട്ടവരോ ഈ റിപ്പോർട്ടുകൾ സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രതികരണവും നടത്തിയിട്ടില്ല. അതേസമയം ട്രംപിന്റെ രക്ഷാപ്രവർത്തനത്തിൽ പുതിയ വിവാദവും തുടങ്ങിയിട്ടുണ്ട്.
മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ അപകട സാധ്യതയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മാത്രം സംരക്ഷിക്കാൻ സ്വീകരിച്ച അസാധാരണമായ നടപടികൾ ഉചിതമായില്ല എന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. അത് ട്രംപിനെ ദുർബലനായി ചിത്രീകരിക്കുക കൂടി ചെയ്യുമെന്നും ആക്ഷേപമുണ്ട്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ എങ്ങുമുള്ള കൂറ്റൻ പരസ്യ ബോർഡുകളിലും ചുവർ ചിത്രങ്ങളിലും അമേരിക്കൻ പ്രസിഡന്റിനെ ലക്ഷ്യമിട്ടുള്ള ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ശവപ്പെട്ടിയിൽ കിടക്കുന്ന ട്രംപും ട്രംപിന്റെ കുടുംബാംഗങ്ങളുടെ ചിത്രം ഉൾപ്പെടുത്തി രക്തത്തിന് പകരം രക്തം എന്ന കുറിപ്പ് അടങ്ങിയ ബാനറും കാണപ്പെട്ടു. ഡൊണാൾഡ് ട്രംപിനെതിരായ ഇറാനിലെ ജനങ്ങളുടെ രോഷം പ്രകടമാക്കുന്നതായിരുന്നു ഈ ബാനറുകൾ. യുദ്ധത്തിന്റെ ആദ്യ ദിവസം കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾക്കിടെ അമേരിക്കയ്ക്ക് മരണം, ഡൊണാൾഡ് ട്രംപിന് മരണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർന്നതുമാണ്. തന്റെ പിതാവും മുൻഗാമിയുമായ നേതാവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനയും പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡറായ ഖാസിം സുലൈമാനിയെ വധിച്ച ആക്രമണത്തിന് അനുമതി നൽകിയത് ഉൾപ്പെടെ ട്രംപിന്റെ ആദ്യ ഭരണകാലത്തെ തീരുമാനങ്ങളും വധഭീഷണികൾക്ക് കാരണമാണ്. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്ന വെടിനിർത്തലോ സമാധാന കരാറോ ഉണ്ടായാൽ പോലും ട്രംപിനെ വധിക്കാനുള്ള അവരുടെ തീരുമാനത്തിന് മാറ്റമുണ്ടാകില്ല എന്നും വിലയിരുത്തലുണ്ട്. ട്രംപ് അധികാരത്തിലുണ്ട് എങ്കിലും ഇല്ലെങ്കിലും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭീഷണി നിലനിൽക്കുമെന്നാണ് മുതിർന്ന അമേരിക്കൻ നയതന്ത്രജ്ഞരുടെ നിഗമനം. ട്രംപിനെതിരെ അമേരിക്കൻ മണ്ണിൽ എന്തെങ്കിലും നടപ്പിലാക്കാൻ ഇറാന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതിനുള്ള അവരുടെ നിശ്ചയദാർഢ്യം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. സുലൈമാനിയുടെ വധത്തിൽ പങ്കുവഹിച്ചതിന് അന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചുകൊണ്ടിരുന്ന ട്രംപിനെ വധിക്കാൻ ഇറാൻ സർക്കാർ ഒരു ഏജന്റിനോട് നിർദ്ദേശിച്ചിരുന്നതായി 2024 മാൻഹോട്ടലിലെ ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ വെളിപ്പെടുത്തിയതാണ്. ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയൊരു പദ്ധതി ആസൂത്രണം ചെയ്തതായി സൂചിപ്പിക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ ഈ വർഷം ജൂലൈയിൽ ഇസ്രയേൽ അമേരിക്കയുമായി പങ്കുവച്ചിട്ടുണ്ട്. കൂടാതെ ഈ വർഷം ആദ്യം അറസ്റ്റിലായ ഒരു ഇറാഖി തീവ്രവാദിക്ക് ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും ട്രംപിന്റെ മകളായ ഇവാൻകയെ ലക്ഷ്യമിടാൻ ഇയാൾ ആലോചിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ വന്നതാണ്. ഇറാന്റെ കാഴ്ചപ്പാടിൽ അപമാനിക്കൽ എന്നത് പ്രതികാരത്തിന്റെ ഒരു രൂപം കൂടിയാണ്. ട്രംപിനെ എയർഫോഴ്സ് വണ്ണിൽ നിന്ന് ഒരു ഭക്ഷണ വിതരണ ട്രക്കിൽ കയറ്റി മാറ്റി എന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ അവർ ഈ സാഹചര്യത്തെ തങ്ങൾക്കനുകൂലമായി ഉപയോഗപ്പെടുത്തുകയും അതിൽ വലിയ സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ഇറാനിയൻ ഏജൻസികളിൽ നിന്നുള്ള ഭീഷണി എത്രത്തോളം ഗൗരവമുള്ളതോ ആസന്നമോ ആയിരുന്നു എന്നതിൽ ഇനിയും കൃത്യമായ വിവരം ലഭിച്ചിട്ടുമില്ല. യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇറാനും അവരുടെ രഹസ്യാന്വേഷണ വിഭാഗവും ആസൂത്രണം ചെയ്യുന്ന ഭീകരാക്രമണ ഭീഷണി മറ്റൊരു വലിയ അപകട സാധ്യതയാണ്. അമേരിക്കക്കാർക്ക് ഒരിടത്തും സ്വന്തം നാട്ടിൽ പോലും ഇനി സുരക്ഷിതരായിരിക്കാനാവില്ല എന്ന് യുദ്ധത്തിന്റെ 3-ാം ദിവസം തന്നെ ഇറാന്റെ IRGC മുന്നറിയിപ്പ് നൽകിയതാണ്. കൂടാതെ സ്ലീപ്പർ സെല്ലുകൾ, സൈബർ ആക്രമണങ്ങൾ, കാലിഫോർണിയയിലെ ഡ്രോൺ ആക്രമണങ്ങൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഭീഷണികളെക്കുറിച്ച് അമേരിക്കൻ അധികൃതരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ പദ്ധതി സഫലമായാൽ തന്നെ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ വധത്തെ തുടർന്നുണ്ടാകുന്ന വാഷിംഗ്ടണിന്റെ തിരിച്ചടിയെ നേരിടാൻ ഇറാൻ തയ്യാറാണ്. ഇത് യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള അമേരിക്കയുടെ കണക്കുകൂട്ടലുകളെയും മാറ്റിമറിച്ചേക്കും. യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിന്നപ്പോഴും ട്രംപിനെ വധിക്കുന്ന പദ്ധതിയിൽ നിന്ന് ഇറാൻ ഒട്ടും പിന്നോട്ടു പോയിട്ടില്ല. അമേരിക്കയുടെ നിലവിലുള്ള പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിക്കാനുള്ള ധൈര്യം ഇറാൻ കാണിക്കുന്നുണ്ട്. ഏത് പ്രതികൂല സാഹചര്യമുണ്ടായാലും ഇറാൻ ഭയപ്പെടുകയോ ലക്ഷ്യത്തിൽ നിന്ന് ഒട്ടും പിന്തിരിയുകയോ ചെയ്യില്ല എന്നും അത് ആശങ്കാജനകമാണ് എന്നും അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു.